എല്ലാ പ്രീപ്രോ കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിം എക്സാമിന് ഗുണപ്രദമാവുന്ന രീതിയിൽ SCRT ടെസ്റ്റുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ സീരീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തുടങ്ങുന്നത്. ഇത് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമാണ്. സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്ന ജനറൽ സയൻസ് വിഭാഗത്തിലെ ഒന്നാമത്തെ അധ്യായമാണ് നമ്മളോട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം 5ാം ക്ലാസ്സിൽ ഈ ഒരു വർഷത്തിൽ പുതിയ ടെക്സ്റ്റ് ബുക്കും വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കണ്ടന്റും ഒപ്പം അതേ ചാപ്റ്റർ തന്നെ ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറയുന്ന പേരിലാണ് പുതിയ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പാഠങ്ങളും നമ്മളിവിടെ പരിചയപ്പെട്ടതായിരിക്കും ഈ ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് അതും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ കേരള PSC പരീക്ഷയിൽ എപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായമാണ്. പ്രത്യേകിച്ചും പ്രിലിം എക്സാമിൽ എപ്പോഴും ഈ ഒരു അധ്യായത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഈ ഒരു അധ്യായം പഠിച്ചെടുക്കുക. ഇത് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് SCRT ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നു. ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും വേണം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ എന്താണ്? സ്വഭോക്ഷികൾ എന്ന് അറിയപ്പെടുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു പോയിരിക്കുന്നത്. ഇനി തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു ഇക്വേഷൻ പോലെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പോയിന്റ് ഇവിടെ പരിചയപ്പെട്ടത്, ഇങ്ങനെ രൂപം കൊള്ളുന്ന ഗ്ലൂക്കോസ് സസ്യങ്ങൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അന്നജമാക്കിയിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ കൃത്യമായിട്ട് അത് പറഞ്ഞു പോകുന്നുണ്ട്. അന്നജമാക്കിയിട്ടാണ് അത് പിന്നീട് എന്ത് ചെയ്യുന്നത്? സംഭരിച്ചു വെക്കുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ സസ്യങ്ങൾ നമ്മൾ എന്ന് പറയുന്നു സ്വഭോക്ഷികൾ എന്ന് പറയുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ അവിടെ സസ്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന വാതകം ചോദിച്ചാൽ അത് ഇതാണ്, കാർബൺ ഡൈ ഓക്സൈഡും പുറത്തു വിടുന്നത് ഓക്സിജനുമാണ്. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ആസ്യരന്ധ്രം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. സ്റ്റൊമാറ്റോ അല്ലെങ്കിൽ ആസ്യരന്ധ്രം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ നിന്ന് ജലഭാഷണം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ഏതിലൂടെയാണ്? ഈ സുഷിരങ്ങളിലൂടെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്നതുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫാണ്. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. അപ്പോൾ ഹരിതകം എന്ന് പറഞ്ഞ ഒരു വർണ്ണകമാണ്. ഇത് സസ്യങ്ങളുടെ ഇലകൾക്കൊക്കെ എന്താണ്? പച്ച നിറം നൽകുന്നു. അപ്പോൾ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ഇത് എന്തിനെ സഹായിക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ തൊട്ട് മുമ്പ് നമ്മളത് കൃത്യമായിട്ട് നമ്മളിവിടെ പറഞ്ഞു പോയതാണ്. സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്നിട്ട് എന്ത് രൂപം കൊള്ളുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനും രൂപം കൊള്ളുന്നത്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന ഹരിതകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹരിതകം കൂടുതലുള്ള എവിടെയാണെന്ന് വെച്ചാൽ സസ്യങ്ങളിൽ, ഇലകളിലാണെന്ന കാര്യം കൂടി ഓർക്കണം. ഇനി അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹരിതകമല്ലാത്ത വർണ്ണകങ്ങളും സസ്യങ്ങളിലുണ്ട്. അപ്പം ഈ പറയുന്ന ഹരിതകമല്ലാത്ത മറ്റു വർണ്ണകങ്ങളും എവിടെ കാണപ്പെടുന്നുണ്ട്? സസ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സാന്തോഫിൽ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇലകൾക്കൊക്കെ നൽകുന്നത് മഞ്ഞ നിറമാണ്. ഇപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഇലകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഏതാണ്? ഈ സാന്തോഫിൽ എന്ന് പറയുന്ന വർണ്ണകമാണ് ഈ മഞ്ഞ നിറം നൽകുന്നത്. അതേപോലെ തന്നെ കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമാണ് നൽകുന്നത്. അപ്പോൾ കരോട്ടിൻ എന്ന് പറയുന്ന ഒരു വർണ്ണകമാണ്
അത് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമാണ് നൽകുന്നത്. ഇനി ആന്തോസയാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണകമുണ്ട്, അത് ചുവപ്പ് നിറം നൽകുന്നു. അപ്പോൾ ഈ വർണ്ണകങ്ങൾ ഏതെല്ലാമാണെന്നും അവ നൽകുന്ന നിറങ്ങൾ ഏതാണെന്നും പഠിച്ചു വെക്കുക. ഹരിതകമാണെങ്കിൽ പച്ചയാണ്, സാന്തോഫിലാണെങ്കിൽ മഞ്ഞ നിറമാണ്, കരോട്ടിനാണെങ്കിൽ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമാണ്, ആന്തോസയാനിൻ എന്നാണെങ്കിൽ ചുവപ്പ് നിറമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തവിടെ പറയുന്നത് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന ആരാണ്? വർണ്ണകങ്ങളാണെന്ന കാര്യം ഓർക്കുക. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് സ്വീകരിക്കുന്നു, ഓക്സിജൻ എന്ത് ചെയ്യുന്നു, പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. അപ്പോൾ രാത്രി സൂര്യപ്രകാശമില്ലാത്തതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് പുറത്തുവിടുന്നില്ല? ഓക്സിജൻ പുറത്തുവിടുന്നില്ല. കാരണം എന്താണ്? പ്രകാശ സംശ്ലേഷണം നടന്നെങ്കിലേ ഓക്സിജൻ പുറത്തുവിടാൻ പറ്റുള്ളൂ. സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും പകലും രാത്രിയും എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. അപ്പോൾ ശ്വസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യങ്ങളായിക്കോട്ടെ ഏത് ജീവി എടുത്താലും അവിടെ ഉള്ളിലോട്ട് എടുക്കുന്ന ഓക്സിജനും പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ ഉള്ളിലോട്ട് എടുക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് ഓക്സിജനാണ്, പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. അപ്പോൾ അത് പകലും നടക്കുന്നുണ്ട്, എന്താണ്, രാത്രിയും നടക്കുന്നുണ്ട്. പക്ഷെ പ്രകാശ സംശ്ലേഷണം എപ്പോൾ മാത്രമേ നടക്കുന്നുള്ളൂ? പകൽ സമയത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ഡയഗ്രത്തിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രകാശ സംശ്ലേഷണമാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജൻ പുറത്തുവിടുന്നു. അതേസമയത്ത് ഈ ശ്വസനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു, ഓക്സിജൻ എന്താണ് ഉള്ളിലോട്ട് എടുക്കുന്നു. ഈ ശ്വസനം എന്ന് പറയുന്നത് പകൽ സമയത്തും രാത്രി നടക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണം എപ്പോൾ മാത്രമേ ഉള്ളൂ? പകൽ സമയത്ത് മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എന്നെ ഏറ്റവും ആകർഷിച്ചത് ഓർക്കിഡേറിയ ആണ്. എന്താണ് ഓർക്കിഡേറിയ എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം എന്ന് പറയുന്നത്. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ് എന്ന് പറയുന്നത് മരവാഴ എന്ന് പറയുന്നത്. അപ്പം മരവാഴ എന്ന് പറയുന്നത് എന്താണ്? ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ്. ഈ മരവാഴയുടെ തടിച്ച വേരുകൾ എന്താണ്? ചില പ്രത്യേകതകളുണ്ട്. ഈ തടിച്ച വേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഈ മരവാഴയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഈ തടിച്ച വേരുകളാണ്. അതുകൊണ്ട് തന്നെ ഈ മരവാഴയുടെ ഒരു പ്രത്യേകത എന്താണ്? മണ്ണില്ലെങ്കിൽ ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരാൻ പറ്റും. വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ചില ചെടികളുടെയൊക്കെ, അതായത് വൃക്ഷങ്ങളുടെയൊക്കെ മേളിൽ എന്താണ് ഇത് പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മരവാഴ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവയ്ക്ക് എന്താണ്? മണ്ണിൻ്റെ ആവശ്യമില്ല. കാരണം ഇങ്ങനെയുള്ള തടിച്ച വേരുള്ളത് കൊണ്ട് തന്നെ അത് അന്തരീക്ഷത്തിൽ നിന്ന് എന്താണ്? ഈർപ്പം വലിച്ചെടുക്കാൻ അതിന് പറ്റും. അപ്പോൾ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ വാസസ്ഥലങ്ങൾക്ക് മാത്രമായിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഓർക്കുന്നത്? മരവാഴയാണ് ഒരു എക്സാമ്പിളായിട്ട് എപ്പിഫൈറ്റുകൾക്ക് എക്സാമ്പിളായിട്ട് ഓർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് മരവാഴ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിഫൈറ്റുകൾ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ വാസസ്ഥലത്തിന് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു? മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അവ നിർമ്മിക്കുന്ന, അതായത് മറ്റു സസ്യങ്ങൾ നിർമ്മിക്കുന്ന ഫുഡുകളോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇത് വലിച്ചെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതായത് മറ്റു സസ്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാക്കുന്നില്ല. ഇവ എന്താണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രമായിട്ട് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ. ഈ പേരാണ് ഓർത്തിരിക്കുന്നത്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മരവാഴ. ഒപ്പം മരവാഴ എന്ന് പറയുന്നത് എന്താണ്? ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യമാണ്. ഇനി മറ്റൊരു ടേം പരിചയപ്പെടാം. പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ പാരാസൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കും. അതിലൊന്നാണ് അർത്ഥപരാതം എന്ന് പറയുന്നത്, മറ്റൊന്നാണ് പൂർണ്ണപരാതം എന്ന് പറയുന്നത്. അർത്ഥപരാതവും അതേപോലെ തന്നെ പൂർണ്ണപരാതവും. അപ്പോൾ എന്താണ് അർത്ഥപരാതം, എന്താണ് പൂർണ്ണപരാതം എന്നാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് എന്ത് ചെയ്യും? ആഹാരം നിർമ്മിക്കും. ഇത്തരത്തിലുള്ള സസ്യങ്ങളെയാണ് അർത്ഥപരാതങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. ഏതാണ്? ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ അർത്ഥപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളൊക്കെ ഇത് വലിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. അതായത് മറ്റുള്ളവയിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് ഇവ സ്വന്തമായിട്ട് എന്ത് ചെയ്യും? ആഹാരം നിർമ്മിക്കും. അപ്പോൾ അതെന്താണ്? അർത്ഥപരാതം എന്നാണ് നമുക്ക് അത്തരത്തിലുള്ള സസ്യങ്ങളെ പറയാം. അതിന് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ അതിന് കണ്ണിച്ചോരയുണ്ട്, ഇത്തിരി കണ്ണിച്ചോരയുണ്ട്. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താണ്? സ്വന്തമായിട്ട് ആഹാരം ഇത് നിർമ്മിച്ചോളും. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ പറയുന്ന ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കും.
എന്നാൽ അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം, അവിടെ എന്താണ് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് അങ്ങോട്ട് വലിച്ചെടുക്കണം. അപ്പം ഇതിന് ആഹാരം നിർമ്മിക്കാൻ ഒരു മൂടും ഇല്ല എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ മൂടില്ലാത്ത ആലി എന്ന് പറയുന്നത് എന്താണ്? ഒരു പൂർണ്ണ പരാതത്തിന് ഉദാഹരണമാണ്. മൂടില്ലാത്ത ആളി പൂർണ്ണ പരാതത്തിന് ഉദാഹരണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്മായ റിഫ്ലീഷ്യം എന്താണ്? ഈ പറയുന്ന പൂർണ്ണ പരാതം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റെഫ്ലീഷ്യ എന്ന് പറയുന്നത്. ഇനി അർത്ഥപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും എന്താണ്? ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ചിത്രത്തിലെ സസ്യങ്ങളെ നോക്കൂ. ഇവ എന്താണ്? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത്. ഇത്തരം സസ്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ ശവോപജീവികൾ എന്ന് പറയുന്നത്. എന്താണ് ശവോപജീവികൾ എന്ന് പറയുന്നത്? ഈ പൂപ്പലുകളൊക്കെ എന്താണ്? ശവോപജീവികളാണ്. അപ്പോൾ പൂപ്പലുകൾ എന്തിൽ പെടുന്നില്ല? സസ്യവിഭാഗത്തിൽ പെടുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്നാണ് പറഞ്ഞത്? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുക. അതിന് ഉദാഹരണമാണ് പൂപ്പലുകൾ. എന്നാൽ ഈ പൂപ്പലുകൾ എന്ന് പറയുന്നത് എന്ത് വിഭാഗത്തിൽ പെടുന്നില്ല? സസ്യവിഭാഗത്തിൽ പെടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കൂണുകൾ, ഈ കൂണുകളൊക്കെ പറയുന്നത് ഒരു പൂപ്പൽ വിഭാഗത്തിൽ പെടുന്നതാണ്. കൂണുകൾ എന്താണ്? പൂപ്പൽ വിഭാഗത്തിൽ പെടുന്നവയാണ്. അപ്പോൾ ഇതും എന്തിന് ഉദാഹരണമാണ്? ഈ പറയുന്ന ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സിന് ഉദാഹരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന് ഇവിടെ പറയുന്ന ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫാണ്. മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ എന്ന് പറയുന്നത്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? പ്രധാനങ്ങൾ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടെൻഡ്രിൽസ് എന്നാണ് വിളിക്കുന്നത്. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റ് ചെടികളിൽ പിടിച്ചു കയറുന്നത്. കുരുമുളക്, പാവൽ, പടവലം എന്നിവയെല്ലാം ആരോഹികളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഒരു മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആരോഹികൾ എന്ന് പറയുന്നത്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കാനായിട്ട് ഇവയിൽ എന്തുണ്ടായിരിക്കും? സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനെയാണ് പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ചിത്രത്തിൽ കൃത്യമായിട്ട് അത് നമുക്ക് കാണാൻ പറ്റും. ഇനി ചില സസ്യങ്ങളിൽ പറ്റുവേരുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവ എന്ത് ചെയ്യുന്നത്? മറ്റു ചെടികൾ പിടിച്ചു കയറുന്നത്. ഇപ്പോൾ കുരുമുളക് ചെടിയൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പാവല്, പടവലം എന്നിവയെല്ലാം എന്താണ്? ആരോഹികൾക്ക് ഉദാഹരണമാണ്, ക്ലൈംബേഴ്സിന് ഉദാഹരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്ന ഇഴവള്ളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്, ക്രീപ്പേഴ്സ്. നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെയാണ് ഇഴവള്ളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയുടെ കാണ്ഡം എന്താണ്? ദുർബലമാണ്. പക്ഷെ ഇവ എന്താണ്? നിലത്താണ് ഇത് പടരുന്നത്. അതിന് ഉദാഹരണമാണ് ഇവിടെ നൽകിയിരിക്കുന്ന മധുരക്കിഴങ്ങ്, കൊടങ്ങല്, സ്ട്രോബെറി എന്നിവയൊക്കെ ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല. അപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച ക്ലൈംബേഴ്സിൽ നമ്മൾ പഠിച്ച ഈ പറയുന്ന പ്രധാനങ്ങളോ ആ സ്പ്രിങ് പോലുള്ള ഭാഗമോ അല്ലെങ്കിൽ പറ്റുവേരുകളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഈ പറയുന്ന ഇഴവള്ളികളിൽ ഇല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് നമുക്കറിയാവുന്ന മധുരക്കിഴങ്ങ്, കൊടങ്ങല്, അതുപോലെ തന്നെ സ്ട്രോബെറി തുടങ്ങിയവ. ഇനി മറ്റൊന്ന് വേരിലെ വൈവിധ്യം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. രണ്ട് വൃക്ഷങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് പേരാലാണ്, മറ്റൊന്ന് പറയുന്നത് ആറ്റുകൈതയാണ്. ഇവിടെ നോക്കുക, താങ്ങുവേരുകളും പൊയ്കാൾ വേരുകളും എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പ്രോപ്പർ റൂട്ട്സും സ്റ്റിൽറ്റ് റൂട്ട്സും. ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും എന്താണ്? വേരുകൾ പ്രയോജനപ്പെടുന്നു. അപ്പോൾ ചില സസ്യങ്ങളിൽ ഈ വേരുകൾ എന്താണ്? ഈ പറയുന്ന ചെടികളെ താങ്ങി നിർത്താനും ഉപയോഗിക്കുന്നു. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളെയാണ് നമ്മൾ താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പൊയ്ക്കാൾ വേരുകൾ എന്നും പറയുന്നത്. അപ്പോൾ എന്താണ് താങ്ങുവേരുകളും പൊയ്ക്കാൾ വേരുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. താങ്ങുവേരുകൾ എന്ന് പറയുന്നത് മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പേരാൽ നോക്കുന്ന സമയത്ത് ആ പേരാലിൻ്റെ താങ്ങുവേര് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണ്? മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴോട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേ സമയത്ത് ഈ ആറ്റുകൈത എടുക്കുകയാണെങ്കിലോ, ആറ്റുകൈതയിൽ കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വളരുന്നത്. ഇത്തരം വേരുകളെയാണ് പൊയ്കാൾ വേരുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ ആറ്റുകൈതയിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് അതിൻ്റെ തണ്ടിൽ നിന്നാണ്. ഇവിടെ എന്താണ്? ശിഖിരങ്ങളിൽ നിന്നാണ്. അപ്പോൾ അത്തരത്തിൽ ശിഖിരങ്ങളിൽ നിന്ന് വേരുകൾ താഴേക്ക് വളരുകയാണെങ്കിൽ അതിനെ നമ്മൾ താങ്ങുവേരുകൾ എന്ന് പറയുമ്പോൾ, ഇനി നമ്മുടെ തണ്ടിൽ നിന്ന് വേരുകൾ താഴേക്ക് വളരുകയാണെങ്കിൽ പൊയ്കാൽ വേരുകൾ എന്നാണ് പറയുക. അപ്പോൾ അവിടെ ഉദാഹരണമാണ് ആറ്റുകൈത. ഇനി ശിഖരത്തിൽ നിന്ന് വളരുന്ന താങ്ങുവേരുകൾക്ക് ഉദാഹരണം ഏത് വൃക്ഷമാണെന്ന് വെച്ചാൽ പേരാലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ താങ്ങുവേരുകൾ അതിന് ഉദാഹരണം എന്താണ്? പേരാൽ എന്നാണ്.
അതേപോലെ തന്നെ നമ്മുടെ ആറ്റുകൈതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൊയ്കാൽ വേരുകൾ എന്നാണ്. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന കണ്ടൽ ചെടിയെക്കുറിച്ചാണ്. മാംഗ്രൂവ്സ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾക്ക് ശ്വസന വേരുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്വസന വേരുകൾ കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഏത്? കണ്ടൽ ചെടി. ഇനി വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സംഭരണ വേരുകൾ എന്ന് പറയാം. സ്റ്റോറേജ് റൂട്ട്സ് എന്ന് പറയാം. എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. നമ്മളിപ്പോൾ കാണുന്ന മണ്ണിനടിയിലുള്ള എല്ലാ കിഴങ്ങുകളും ഈ പറയുന്ന വേരല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. എല്ലാ കിഴങ്ങുകളും എന്തല്ല? സംഭരണ വേരുകളല്ല. ചിലത് എന്തായിരിക്കും? രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന മണ്ണിനടിയിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള കാണ്ഡങ്ങളെ നമ്മൾ ഭൂകാണ്ഡങ്ങൾ എന്ന് പറയും. ഇപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് സംഭരണ വേരുകൾ നമ്മൾ പഠിച്ചു. ഇപ്പോൾ മരച്ചീനിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് സംഭരണ വേരാണ്. എന്നാൽ ഉരുളക്കിഴങ്ങിലേക്ക് വരുമ്പോൾ അത് ഭൂകാണ്ഡങ്ങളാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട്സ് എന്ന് പറയുക. എന്നാൽ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളെയാണ് നമ്മൾ ഭൂകാണ്ഡങ്ങൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് കപ്പ, മധുരക്കിഴങ്ങ്, ക്യാരറ്റ് തുടങ്ങിയവ. ഭൂകാണ്ഡമാണെങ്കിൽ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ. ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ ഇതൊക്കെ ഭൂകാണ്ഡങ്ങളാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറയുന്ന അധ്യായമാണ്. അതിൽ പറയുന്ന കാര്യത്തിലേക്ക് വരാം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി ഓർത്തിരിക്കുക. ആഹാര ശൃംഖല എന്നാണ് പറഞ്ഞത്. ഫുഡ് വെബ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേം ഓർത്തിരിക്കുക. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലാശയങ്ങളിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ഈ പറയുന്ന പ്ലവകങ്ങൾ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇത് കൃത്യമായ SCRT പറയുന്നതുകൊണ്ട് തന്നെ ഒരു ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ഏതാണെന്ന് വെച്ചാൽ പ്ലവകങ്ങളാണ്. എന്താണ് പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ്. ഇനി അടുത്തവിടെ പറയുന്നത് എന്തുകൊണ്ട് കടുവാ സംരക്ഷണം എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് തന്നിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ കടുവകളെ സംരക്ഷിക്കുന്നത്? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെ ജീവികൾക്കും പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായി എന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രധാനമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും എന്താണ്? സംരക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ കടുവാ സംരക്ഷണം പ്രൊജക്ട് ടൈഗറൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ നടപ്പിലാക്കുന്നത്. ഇനി ആഹാര ബന്ധം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതാണ് ആഹാര ശൃംഖലാ ജാലം എന്ന് പറയുന്നത്. ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ നിന്നായിരിക്കും ആരംഭിക്കുക. ഈ ഒരു ഹരിത സസ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിനെ ഭക്ഷിക്കുന്ന പുഴു, പുഴുവിനെ ഭക്ഷിക്കുന്ന കോഴി, കോഴീനെ ഭക്ഷിക്കുന്ന കുറുക്കൻ, കുറുക്കനെ ഭക്ഷിക്കുന്ന കഴുകൻ. അതുപോലെ മറ്റൊന്ന് വരികയാണ് ഈ സസ്യം ഭക്ഷിക്കുന്ന അണ്ണാൻ, അണ്ണാനെ ഭക്ഷിക്കുന്ന പൂച്ച, പൂച്ചേനെ ഭക്ഷിക്കുന്ന കഴുകൻ. അതേപോലെ തന്നെ നമുക്ക് സസ്യം, അണ്ണാൻ, അതിനെ ഭക്ഷിക്കുന്ന പാമ്പ്, അതിനെ ഭക്ഷിക്കുന്ന കഴുകൻ. അതുപോലെ സസ്യം, മറ്റേ പുൽച്ചാടി, തവള, പിന്നെ ഇവിടെ പാമ്പ്, പിന്നെ കഴുകൻ. അപ്പോൾ ഇങ്ങനെ കുറേ എണ്ണം ഒരു ഫുഡ് ചെയിൻസുകൾ ഇതിനുള്ളിൽ എന്തായിരിക്കും? കുറേ എണ്ണം ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ എണ്ണം റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുക? ആഹാര ശൃംഖല ജാലം എന്ന് നമ്മൾ പറയുന്നത്, ഫുഡ് വെബ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഇത്തരത്തിലുള്ള കൂടുതൽ എന്താ പറയുന്നത് ഈ ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫുഡ് ചെയിൻ എന്ന് പറയുക, ആഹാര ശൃംഖല എന്ന് പറയുക. അപ്പോൾ ഫുഡ് വെബും ഫുഡ് ചെയിനും രണ്ടാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ആഹാര ശൃംഖല ജാലം എന്ന് പറഞ്ഞാലും ആഹാര ശൃംഖല എന്ന് പറഞ്ഞാലും രണ്ടാണ്. അപ്പോൾ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരെണ്ണം മാത്രം കൊണ്ടെടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഹരിതസസ്യമുണ്ട്, പുഴുവുണ്ട്, അതുപോലെ കോഴിയുണ്ട്, കുറുക്കനുണ്ട്, നമ്മുടെ കഴുകനുണ്ട്. അതേപോലെ മറ്റൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹരിതസസ്യം, നമ്മുടെ പുൽച്ചാടി, പിന്നെ തവള, പിന്നെ പാമ്പ്, കഴുകൻ. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് രൂപം കൊള്ളാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആഹാര ശൃംഖലാ ജാലത്തിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കുകയാണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? ഹരിത സസ്യങ്ങളിൽ നിന്നാണ് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. അവയുടെ നിലനിൽപ്പിന് ആഹാരം ആവശ്യമില്ലേ?
അവയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത് വെച്ചാൽ നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ട അതേ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. ഇത്രയുമാണ് നമ്മളെ പുതിയ ടെസ്റ്റിൽ പറയുന്നു. ഇതിലും കുറച്ചും കൂടെ വിശദീകരിച്ച് നമ്മുടെ പഴയ ടെസ്റ്റിലാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ഇവിടെ നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ട ആ വർണ്ണകങ്ങൾ കൃത്യമായിട്ട് ഒരു കോളത്തിനുള്ളിൽ പുതിയ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ചുവപ്പ് നിറം നൽകുന്ന ആന്തോസയാനാണ്. ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണെന്ന കാര്യം ഓർക്കുക. തൊട്ട് മുമ്പത്തെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത്, അതായത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ കരോട്ടിൻ എന്ന് പറയുന്നത് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം എന്നാണ് കൊടുത്തത്. ഇവിടെ കൃത്യമായിട്ട് ഓറഞ്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മഞ്ഞ എന്താണ്? സാന്തോഫിൽ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കരോട്ടിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ക്യാരറ്റിലേക്ക് കാണും, ഓറഞ്ച് നിറമാണ്. അത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ചുവപ്പ് എന്ന് പറയുമ്പോൾ ആന്തോസയാനിൻ, അതാണ് ആ വർണ്ണകം എന്ന കാര്യം ഓർത്തിരിക്കുക. ആന്തോസയാനിൻ എന്താണ്? ചുവപ്പ് നിറമാണ് നൽകുന്നത്. അതുപോലെ തന്നെ സാന്തോഫിൽ എന്ന് പറയുന്നത് എന്താണ്? മഞ്ഞ നിറമാണ് നൽകുന്നത്. സാന്തോഫിൽ എന്ന് പറയുന്നത് മഞ്ഞ നിറമാണ്. അപ്പോൾ സാന്തോഫിൽ എന്ന് പറയുന്നത് മഞ്ഞ നിറമാണ്. അത് ഓർക്കാൻ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഉള്ളതാണ് മഞ്ഞപ്പടയില്ലേ, നമ്മുടെ മഞ്ഞപ്പട, കേരള ബ്ലാസ്റ്റേഴ്സ്, അതുമായി ബന്ധിപ്പിച്ച് അവർ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. സാന്തോഫിൽ എന്ന് പറയുന്നത് മഞ്ഞ എന്ന് ഓർത്തിരിക്കാം. പിന്നെ ഓറഞ്ച് നമ്മൾ ക്യാരറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ ചുവപ്പ് എന്ന് പറയുന്നത് ആന്തോസയാനിനുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ഒരു ചിത്രീകരണവും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജൻ ആണ്. പിന്നെ വരുന്നത് ഓക്സിജൻ ആണ്. പിന്നെ വരുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. പിന്നെ ആർഗൺ വരുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോ എ സി എന്നാണ് പഠിക്കുക. നോ എ സി. അതിൽ ആദ്യം വരേണ്ട ഏതാണ്? നൈട്രജൻ, പിന്നെ ഓക്സിജൻ, പിന്നെ ആർഗൺ, പിന്നെയാണ് ഇത് വരിക? കാർബൺ ഡൈ ഓക്സൈഡ് വരിക. പിന്നെയാണ് ഏത് വരുന്നത്? മറ്റുള്ളവ വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, രണ്ടാമത് വരുന്നത് ഓക്സിജൻ, മൂന്നാമത് വരുന്നത് ആർഗൺ, പിന്നെ നാലാമത് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മളത് പഠിക്കാൻ വേണ്ടി നോ എ സി എന്ന് പറയുന്ന ഒരു കോഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റുള്ളവയാണ് ബാക്കി വരുന്നത്. ഇനി അടുത്തത് സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്കും പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാമെന്നതാണ് അവിടെ നൽകിയിരിക്കുന്നത്. അതായത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തു പോകുന്നത്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ആസ്യരന്ധ്രം എന്നവിടെ നമ്മൾ മലയാളത്തിൽ പഠിച്ചു. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ ഇതിലും കൂടെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്ന പഴയ ടെക്സ്റ്റ് ബുക്കിലാണ്. നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ആ ഒരു ഡയഗ്രം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ വിശദമായിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പകല്, രാത്രി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പകൽ സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ശ്വസനവും അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണമാണ്. അതേപോലെ തന്നെ ശ്വസനം നടക്കുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന ഓക്സിജൻ എന്ത് ചെയ്യണം? നമ്മൾ ഉള്ളിലോട്ടെടുക്കും. എന്ത് പുറത്തോട്ട് കളയും? കാർബൺ ഡൈ ഓക്സൈഡ് കളയും. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ടെടുക്കും. അതേ സമയത്ത് ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തോട്ട് കളയുകയാണ് ചെയ്യുക. അതായത് പകൽ സമയത്ത് നമ്മൾ സസ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ടും പുറത്തോട്ടും പോകുന്നുണ്ട്. സെയിം ടൈം എന്താണ്? ഓക്സിജൻ ഉള്ളിലോട്ടും പുറത്തോട്ടും പോകുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഓർത്തിരിക്കുന്നത്. പക്ഷേ രാത്രി സമയത്ത് ഉള്ളിലോട്ട് ആകെ വരുന്നത് ഓക്സിജൻ ആണ്. കാരണം അവിടെ നടക്കുന്നത് ശ്വസനം മാത്രമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് നമുക്കറിയാവുന്നതാണ്, കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആ സംഭവമാണ് ഇങ്ങനെ ഒരു ഡയഗ്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു എന്ന് പറയുന്നു. സ്വഭോക്ഷികൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. ഇത്തിൽ കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു. പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മുടെ അർത്ഥപരാതം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത്. ഉദാഹരണമായിട്ട് ഇത്തിൽ കണ്ണി. ഇനി ഞാൻ മൂടില്ലാത്ത ആളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷകഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞത് പൂർണ്ണപരാതം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ മരവാഴിയാണ്, അതൊരു ഓർക്കിഡാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം എന്നാണ് പറയുന്നത്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അതൊരു ഉദാഹരണമാണ് നമ്മുടെ മരവാഴ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എപ്പിഫൈറ്റുകൾ എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇവിടെ പറയുന്ന ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണം വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർത്ഥപരാതങ്ങൾ എന്ന് പറയുന്നു.
ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ല താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നു. അത് നമ്മൾ പഠിച്ചതാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ എന്താണ് ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ തുടക്കം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയതാണ്. പക്ഷേ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, പഴയ ടെക്സ്റ്റ് ബുക്കിൽ നല്ലതായിട്ട് പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ 1ാമത്തെ ചാപ്റ്റർ പുതിയ ടെക്സ്റ്റ് ബുക്കിലും പഴയ ടെക്സ്റ്റ് ബുക്കിലും പറയുന്ന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഖാദി ബോർഡ് LDC പരീക്ഷയുടെ സയൻസ് എന്ന് പറയുന്ന ഭാഗമൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ SCRT ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചതായിട്ട് നമ്മൾ കണ്ടത് പ്രിലിം എക്സാമിൽ, അതായത് ഇതിനു മുമ്പ് നടന്ന പ്രിലിം എക്സാമിൽ. അപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ 10th പ്രിലിംസിലും അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ SCRTയുടെ ഒരു വീഡിയോ സീരീസ് ആണ് ഇനി അങ്ങോട്ട് പരിചയപ്പെടുത്തി പോവുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഗുണപ്രദമായി തോന്നുമെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.